ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ SITയുടെ കസ്റ്റഡിയിൽ വിട്ടു. 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി അംഗീകരിച്ചു. ജാമ്യം അനുവദിച്ചാൽ അതിജീവിതയുടെ ജീവൻ അപകടത്തിലാകാൻ സാധ്യതയുണ്ടെന്നും വാട്സ്ആപ്പ് ചാറ്റുകൾ വീണ്ടെടുക്കണമെന്നും SIT റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പീഡനം നടന്ന ഹോട്ടലിലടക്കം എത്തിച്ച് തെളിവെടുക്കും. രാഹുലിന്റെ ജാമ്യ ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കും. ജയിലിന് പുറത്തും കോടതിക്ക് പുറത്തും വൻ പ്രതിഷേധമാണ് രാഹുലിനെതിരെ ഉണ്ടായത്. ലിജോ റോളൻസ് ചേർന്നു. ലിജോ, എന്താണ് കോടതിക്കകത്തും പുറത്തും സംഭവിച്ചത്? തന്നെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നതിനായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇന്ന് 11 മണിയോടെ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചു. അതിനു മുൻപ് ജയിലിൽ നിന്നും പുറത്തേക്കിറക്കും, മാവേലിക്കര സബ് ജയിലിൽ നിന്നും പുറത്തേക്കിറക്കുമ്പോൾ തന്നെ അവിടെ പ്രതിഷേധവും ചീമുട്ടയേറും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായി. പിന്നാലെ ഈ തിരുവല്ല കോടതിക്ക് സമീപത്തായി തന്നെ, അതായത് എതിർവശത്തായി ഒരു 200 മീറ്റർ മാറിയാണ് തിരുവല്ല താലൂക്ക് ആശുപത്രി പ്രവർത്തിക്കുന്നത്. അവിടേക്കായിരുന്നു വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചത്. അവിടെയും പ്രതിഷേധമുണ്ടായി. BJP പ്രവർത്തകരും ഒപ്പം തന്നെ DYFI പ്രവർത്തകരുമാണ് പ്രതിഷേധവുമായി എത്തുകയും ചെയ്തത്. പിന്നാലെ അവിടെ കോടതിയിലേക്ക് 11 മണിയോട് അടുത്ത സമയത്ത് തന്നെ 10:50 ഹാജരാക്കി. ആദ്യം കുറച്ചു സമയം രാഹുൽ അഭിഭാഷകരുമായി സംസാരിച്ചു. മറ്റ് കേസുകളെല്ലാം പരിഗണിച്ച ശേഷം അവസാനമായിട്ടായിരുന്നു രാഹുലിന്റെ കേസ് വിളിച്ചത്. ഈ സമയത്ത് ആ കേസ്, അതായത് ചെറിയ ഒരു ഇടവേള എടുത്തതിന് ശേഷം കേസ് പരിഗണിക്കാമെന്നുള്ള ഒരു കാര്യമാണ് കോടതി അറിയിച്ചത്. അത്തരത്തിൽ വീണ്ടും അല്പസമയത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം കേസ് പരിഗണിച്ചു. കേസ് പരിഗണിക്കുന്ന സമയത്ത് ഈ കസ്റ്റഡി അപേക്ഷയാണ്, 3 ദിവസത്തെ കസ്റ്റഡി വേണമെന്നുള്ളൊരു കാര്യമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് വേണ്ടി പ്രോസിക്യൂട്ടർ ഉന്നയിച്ചത്. എന്നാൽ കസ്റ്റഡി അപേക്ഷ അനുവദിക്കരുതെന്ന് വാദിച്ചു. മാത്രമല്ല ഈ പോലും നിയമപരമായി ഇല്ല എന്നുള്ളൊരു വാദമാണ് പ്രധാനമായും ഈ പ്രതിഭാഗം ഉയർത്തിയത്. അതിനുവേണ്ടി അവർ ഉയർത്തിയ വാദങ്ങൾ എന്ന് പറയുന്നതായിരുന്നു കൃത്യമായ ഒരു അറിയിപ്പ് നൽകാതെ, അതായത് എന്തായിരുന്നു കേസ്, അക്കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു അറിയിപ്പൊന്നും ഇല്ലാതെയായിരുന്നു അറസ്റ്റ് നടന്നത്. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റ് വാലിഡ് അല്ല എന്നുള്ളൊരു കാര്യമാണ് അറിയിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ പറഞ്ഞ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഭരണഘടനാപരമായ ഒരു ലംഘനം ഉണ്ടായിട്ടുണ്ട് പ്രതി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ കോടതി തിരികെ ചോദിച്ച ഒരു കാര്യം, എന്തുകൊണ്ടാണ് പ്രതി ഇത്തരത്തിൽ ഈ അറസ്റ്റ് നോട്ടീസിൽ ഒപ്പിടാത്തത് എന്നുള്ളൊരു കാര്യം ചോദിച്ചു. പക്ഷെ അതിന് കൃത്യമായ ഒരു മറുപടി നൽകിയില്ല. പിന്നീട് പറഞ്ഞത് ഈ രാഹുലിനെ അറസ്റ്റ് ചെയ്ത കാര്യമെന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ആദ്യ 2 കേസുകളിൽ ജാമ്യം ലഭിച്ചതോടുകൂടെ ഒരു പ്രതികാര നടപടി എന്നോണമാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് ഉണ്ടായതെന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ഇതിന് പിന്നാലെ ഈ പ്രോസിക്യൂട്ടർ എഴുന്നേൽക്കുകയും എന്തായാലും ഈ 3 ദിവസത്തേക്ക് വേണം, കാരണം തിരുവല്ലയിൽ മാത്രമല്ല പാലക്കാട് ഉൾപ്പെടെ രാഹുലിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്, ഇലക്ട്രോണിക് രേഖകളൊക്കെ കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യം അറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 3 ദിവസത്തേക്ക് 15-ാം തീയതി വൈകുന്നേരം വരെ കസ്റ്റഡിയിൽ നൽകുകയും ജാമ്യ ഹർജി 16-ാം തീയതി പരിഗണിക്കുകയും ചെയ്യുമെന്നുള്ളൊരു കാര്യമാണ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി അറിയിച്ചത്. ശരി ലിജോ.